നമസ്തേ. 2024-25 കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് കരുതുകയാണ്. ബഡ്ജറ്റ് അവലോകനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ബഡ്ജറ്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കും, ഭരണഘടന സംവിധാനം ചെയ്തിട്ടുള്ള ഫെഡറൽ സമ്പ്രദായത്തെ എങ്ങനെ ബാധിക്കും, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. യൂണിയൻ ബഡ്ജറ്റ് 2024-25 എന്നാണ് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഈ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയാൻ കാര്യം? ഭരണഘടനയിൽ 7ാം ഷെഡ്യൂളിൽ കേന്ദ്ര സംസ്ഥാന ഭരണത്തെ സംബന്ധിച്ച് അധികാരം എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്തും യൂണിയൻ ലിസ്റ്റ് എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അങ്ങനെയാണ്. അതുകൊണ്ട് യൂണിയൻ എന്നത് യഥാർത്ഥത്തിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, യൂണിയൻ ഗവൺമെന്റ്, ഇതാണ് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല, ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി മാത്രമല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇത് മറന്നുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 2 സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആ സംസ്ഥാനങ്ങളുടെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിൽ വന്നിരിക്കുന്നു, ബീഹാറിനെ കുറിച്ചും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചും. ഇതെങ്ങനെ വന്നു? അവർക്ക് കാര്യങ്ങൾ കൂടുതൽ നൽകുന്നതിൽ തർക്കമൊന്നുമില്ല. ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന 2 പ്രധാനപ്പെട്ട കക്ഷി, നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും കക്ഷികൾ, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കണം. അത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവരെ പ്രീതിപ്പെടുത്തി നിർത്തേണ്ടത് ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് അനിവാര്യവുമാണ്. അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു തെറ്റ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിനെ സംബന്ധിച്ച്, ഈ ഡിസ്ക്രിമിനേഷനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് നൽകിയ മറുപടിയാണ് ഏറ്റവും പ്രധാനം. I have not named very many states, but let me take the example of Maharashtra, for instance. Between vote on account and yesterday's budget, in vote on account and in yesterday's budget, I had not named Maharashtra. I'll take it as an example. Cabinet has, under the leadership of Prime Minister Modi, passed a very important decision. It has taken the decision to set up a very big port in Vadavan in Maharashtra. Did Maharashtra get ignored because I did not mention the name of Maharashtra? 76,000 crores have been announced for that project. Maharashtra's name was not taken in the vote on account, nor was it taken yesterday. But does it mean that we've ignored Maharashtra? And I can take the name of so many other different states where we have major projects, one. And second, if the speech does not mention the name of a particular state, does it mean that the schemes of the Government of India, the programs of Government of India, the externally aided assistance which we obtain from the World Bank and ADB and AIB and so on, institutions such as that, don't go to these states? New airports, medical colleges and sports infrastructure in Bihar will be constructed. When I don't have the power, where is this question of discriminating? The Finance Commission has told me to give something to some state as per a formula. Every month I keep giving it as per the formula. You want to change the formula? Please talk to the Finance Commission, not to me. I've made this plain to some of the states who seem to want to do politics with it, but everyone who speaks about it equally knows that this is not something which the Finance Ministry has any power over. It is the Finance Commission's. ആ മറുപടിയിൽ നമുക്ക് കാണാം, ആ മറുപടിയിൽ പ്രധാനമായും ധനമന്ത്രി പറയുന്നത്, ഞാനൊരു സ്റ്റേറ്റിന്റെ പേര് പറയണം എന്നില്ലല്ലോ. 2 സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയണമെന്നില്ല. ഇപ്പോ മഹാരാഷ്ട്രയിൽ ഉദാഹരണത്തിന് 76,000 കോടി രൂപയുടെ ഒരു തുറമുഖം ഞങ്ങൾ അനുവദിക്കുന്നു. ഞങ്ങൾ പേര് പറഞ്ഞില്ലെങ്കിലും ആ സംസ്ഥാനത്തിന് ആവശ്യമുള്ള ആ കാര്യങ്ങൾ നടക്കുന്നില്ലേ? സെൻട്രലി സ്പോൺസേഡ് സ്കീം അതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഇല്ലേ?
എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ പേര് പറയാതെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്തിനാണ് പരാതി പറയുന്നത്? ഇതാണ് ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി, ഇത് ഞാൻ നിസ്സഹായിയാണ്. ഒരു ധനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നിസ്സഹായിയാണ്. ഫിനാൻസ് കമ്മീഷൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനില്ല. ഫിനാൻസ് കമ്മീഷൻ ഓരോ സംസ്ഥാനത്തിനും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച്, ആ അലോക്കേഷനെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ഫിനാൻസ് കമ്മീഷനോടാണ് പറയേണ്ടത്, എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ രണ്ട് മറുപടിയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് എന്ന കാര്യം നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ തുറമുഖം അനുവദിക്കുന്നു എന്നും തുറമുഖം ആർക്കാണ് അനുവദിക്കുന്നതെന്നും തുറമുഖം ആർക്കു വേണ്ടിയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ബീഹാറിന് 26,000 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്നു. വാരിക്കോരി പല കാര്യങ്ങൾക്കും നൽകുന്നു. 15,000 കോടി രൂപ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ടെമ്പിൾ കോറിഡോർ നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു. എയർപോർട്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് പുതിയ പ്രോജക്റ്റ്, വൈദ്യുതി നിലയം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സംസ്ഥാനത്തിന് കൊടുക്കുമ്പോൾ എന്തേ വെള്ളപ്പൊക്കം കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആസാമിന് കൊടുക്കുന്നില്ല? വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിന് കൊടുക്കുന്നില്ല? അപ്പോൾ ഇത് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് സെൻട്രലി സ്പോൺസേഡ് സ്കീമുണ്ട്, അതെല്ലാവർക്കും കിട്ടുന്നില്ലേ എന്നുള്ള മറുപടി മതിയാകില്ല. അപ്പോൾ ഞാൻ ആ കാര്യത്തിലേക്ക് തന്നെ പിന്നീട് വരാം. രണ്ടാമത്തെ ചോദ്യം, ഫിനാൻസ് കമ്മീഷൻ. ഞാൻ നിസ്സഹായിയാണ്, ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞ 10 വർഷവും ഉണ്ടായിരുന്നു, ഇതേ ധനമന്ത്രിയും ഉണ്ടായിരുന്നു, ഇതേ ബീഹാറും ഉണ്ടായിരുന്നു, ഇതേ നിതീഷ് കുമാറും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷവും ബീഹാറിന് ഈ 26,000 കോടി രൂപ കൊടുക്കണം എന്നെന്തുകൊണ്ട് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞില്ല? ബീഹാറിന് 15,000 കോടി രൂപ വെള്ളപ്പൊക്കം ദുരിതാശ്വാസത്തിന്, വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് കൊടുക്കണമെന്ന് പറഞ്ഞില്ല? എയർപോർട്ട് കൊടുക്കണമെന്ന് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞില്ല? നിതീഷ് കുമാർ ബി ജെ പി ഗവൺമെന്റിന് അനിവാര്യ ഘടകമായി മാറുമ്പോൾ മാത്രം ആണ് ഫിനാൻസ് കമ്മീഷൻ ഇത് പറയുന്നതെങ്കിൽ ആ ഫിനാൻസ് കമ്മീഷനെ അടിയന്തരമായി പിരിച്ചുവിടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഫിനാൻസ് കമ്മീഷൻ ബീഹാറിന് അലോക്കേഷൻ നടത്തേണ്ടതുള്ളൂ എന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ അതൊരു ശരിയാണോ? ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ സ്കീം, വി ആർ കമ്മിറ്റഡ് ടു ഇംപ്ലിമെന്റ് ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ സ്കീം എന്നാണ്. ആ സ്കീം 10 വർഷമായിട്ടുണ്ടായിരുന്നു. ആ കഴിഞ്ഞ 10 വർഷവും നിർമ്മല സീതാരാമനും ഉണ്ടായിരുന്നു, ഈ ഫിനാൻസ് കമ്മീഷനും ഉണ്ടായിരുന്നു. അന്ന് അമരാവതി സ്കീം ഉണ്ടായിരുന്നു. അമരാവതി നഗരം ഉണ്ടാക്കുന്നതിന്, തലസ്ഥാന നഗരം ഉണ്ടാക്കുന്നതിന് 15,000 കോടി കൊടുക്കണമെന്ന് ആരും പറഞ്ഞില്ല. കഴിഞ്ഞ 10 വർഷം ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ടാക്കണം ആന്ധ്രാപ്രദേശിൽ എന്നാരും പറഞ്ഞില്ല. കഴിഞ്ഞ 10 വർഷം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും വേണം ആന്ധ്രാപ്രദേശിൽ എന്ന് ഒരു ധനമന്ത്രിയും പറഞ്ഞില്ല, ഒരു ഫിനാൻസ് കമ്മീഷനും പറഞ്ഞില്ല. ഒരു കമ്മിറ്റ്മെന്റും അന്ന് ആക്ടിനെ സംബന്ധിച്ച്, റീഓർഗനൈസേഷൻ ആക്ടിനെ സംബന്ധിച്ച് ഉണ്ടായില്ല. ഇപ്പോൾ ഉണ്ടായത് നായിഡു ഈ ഗവൺമെന്റിന് അനിവാര്യ ഘടകമായി മാറി. അപ്പോ മാത്രം ഈ അലോക്കേഷൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഫിനാൻസ് കമ്മീഷൻ ആണ് ഉത്തരവാദി എന്ന് പറയുന്നതിന് അതെന്താണ് അർത്ഥം? മറ്റൊന്ന്, ഈ പണം എവിടെ നിന്ന് കിട്ടുന്നു? കേന്ദ്ര ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിന് ഏതാണ്ടൊക്കെ നൽകുന്നു. സംസ്ഥാന ഗവൺമെന്റിന് നൽകുന്നത് നമ്മളുടെ ചരക്ക് സേവന നികുതി, GST. ആ GSTയുടെ ഡിവിസിബിൾ പൂളിൽ നിന്നാണ് സംസ്ഥാന ഗവൺമെന്റിന് പണം കൊടുക്കുന്നത്. ഇൻഡിവിസിബിൾ പൂള് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലാണ്. ആ എമൗണ്ട് അത് കേന്ദ്രത്തിന്റെ കയ്യിൽ തന്നെ നിൽക്കുന്നു. റിസർവ് ബാങ്ക് ഈ വർഷം ലാഭവിഹിതമായി 2 ലക്ഷം കോടി രൂപ കൊടുത്തു. അതും
രാജ്യത്തെ ജനങ്ങളുടെ പണമാണ്. ഇതെല്ലാം ജനങ്ങളുടെ പണമാണ്. രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്നും സെസ്സായി പിരിക്കുന്ന പണം. അപ്പോൾ അത്തരത്തിലുള്ള പണവും കേന്ദ്രത്തിന്റെ കയ്യിൽ തന്നെയാണ്. അതെങ്ങനെ വീതിക്കുന്നു? അതിഷ്ടം പോലെ കേന്ദ്രത്തിന്റെ പണമാണ്, എനിക്കിഷ്ടം പോലെ വീതിക്കാം എന്നൊരു നിലപാടെടുക്കുന്നത് ശരിയാണോ? അങ്ങനെയാണോ കാര്യങ്ങൾ നടത്തേണ്ടത്? അതിന് മാത്രമല്ല, ഇത് നേരത്തെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ആണ് ഓരോ സംസ്ഥാനത്തിനും എങ്ങനെയാണ് ധനം വീതം വെക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നോംസ് ഉണ്ടാക്കുന്നത്. ആ നോംസ് ഉണ്ടാക്കുമ്പോൾ സംസ്ഥാനത്തെ ധനമന്ത്രിമാർ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ഒരു സമിതിയായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ തീരുമാനമെടുത്തിരുന്നത്. ഇപ്പോൾ ഈ ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടു, നീതി ആയോഗിനെ ഏർപ്പെടുത്തി. നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. സാമ്പത്തികമായ ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള നിയമപരമായ അധികാരം നീതി ആയോഗിനില്ല. അതുകൊണ്ടാണല്ലോ നീതി ആയോഗ് പിരിച്ചുവിടണം എന്ന് മമതാ ബാനർജി പറഞ്ഞത്. അപ്പോൾ നീതി ആയോഗിന് ഒരു അധികാരവുമില്ല. അപ്പോൾ ഇഷ്ടം പോലെ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കാം. ഞങ്ങൾ തരുന്നത് നിങ്ങൾ മേടിച്ചാൽ മതി. അത് ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനാൻസ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയാൽ മതി, എന്നോട് പറയേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം ധനമന്ത്രിയിൽ നിന്ന് വരുന്നത് നമ്മളുടെ ഫെഡറൽ സമ്പ്രദായത്തെ തന്നെ തകിടം മറിക്കുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻട്രലി സ്പോൺസേഡ് സ്കീം. ഇപ്പോൾ എന്താ ബംഗാൾ പറഞ്ഞത്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊടുക്കാനുള്ള പണം അവർക്ക് കൊടുക്കുന്നില്ല. കേരള സംസ്ഥാനം എന്താ പറയുന്നത്? ഞങ്ങൾക്ക് കുട്ടനാട്ടിലെ കൃഷിക്കാരന്, പാലക്കാട്ടെ കൃഷിക്കാരന് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച നെല്ലിന്റെ പണം കൊടുക്കാനില്ല, കാരണം കേന്ദ്രത്തിൽ നിന്ന് പണം നൽകിയിട്ടില്ല. കേരളം മറ്റൊന്നുകൂടെ പറയുന്നു, ഞങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണം, അത് ഞങ്ങളല്ലേ വീട്ടുന്നത്, അത് പരിധി വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതനുവദിക്കുന്നില്ല. ഗവർണർമാർ ഭരണത്തിൽ ഇടപെടുന്നു, വൈസ് ചാൻസലറുടെ ഭരണം, യൂണിവേഴ്സിറ്റികളുടെ ഭരണം, ഇത്തരത്തിലുള്ള ഭരണത്തിലെല്ലാം കേന്ദ്രത്തിന്റെ ഒരു നിയന്ത്രണവും ഇടപെടലും ഉണ്ടാകുന്നു. ഡൽഹിയിലിരുന്ന് എല്ലാ വകുപ്പുകളും ഭരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസം, നീറ്റ് പരീക്ഷ മുഴുവൻ കേന്ദ്രമായി. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രം പിടിമുറക്കുന്നു. ഓരോ രംഗത്തും കേന്ദ്രം ഡൽഹിയിലിരുന്ന് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനനുകൂലമായ തരത്തിൽ ഫണ്ട് വിതരണം ചെയ്യുകയും ഫണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുകയും ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് കേന്ദ്ര ബഡ്ജറ്റും മാറുന്നു എന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം ഈ 2024-25 ബഡ്ജറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത് ഞാൻ നൽകുന്നു, നിങ്ങൾ മേടിക്കുന്നു എന്ന ഒരു സമീപനം കേന്ദ്ര ധനമന്ത്രിക്ക് ഉണ്ടാകാൻ പാടില്ല. ഇത് നാം ഒരുമിച്ച് ആണ് വീതം വെക്കേണ്ടത്, ഇത് നമ്മളുടെ പണമാണ് എന്ന ഒരു ചിന്ത കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്, ധനമന്ത്രിക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആർക്കെങ്കിലും കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിനും തർക്കമൊന്നുമില്ല, അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തെറ്റുമില്ല. പക്ഷേ അതിനൊരു മാനദണ്ഡം ഉണ്ടാകണം. ആ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് മോശമായി അല്ലെങ്കിൽ അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് അവരെ നിയന്ത്രിക്കാനും അവരെ അപഹസിക്കാനും നടത്തുന്ന ശ്രമങ്ങളും ശരിയല്ല. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നൽകുന്ന ആ ഒരു ഫെഡറൽ സമ്പ്രദായത്തിന് ചേർന്നതല്ല എന്നാണ് എനിക്ക് പ്രത്യേകമായി ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്.